പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപരമാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. അമ്മേ മാതാവേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗത്തിലേക്ക് കടന്നു വരണമേ. അമ്മേ മാതാവേ, ഈ അനുഗ്രഹീത മാസത്തിൽ ഈശോയുടെ സ്നേഹം കൂടുതൽ മനസ്സിലാക്കി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ലോകമെമ്പാടും ശാന്തിയും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് യുദ്ധങ്ങളും കലഹങ്ങളും പാടെ തുടച്ചു മാറ്റണമേ. രാജ്യങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലുമായിരിക്കാൻ ഓരോ മക്കളുടെയും ഹൃദയങ്ങളെ വിശുദ്ധീകരിച്ചൊരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഭൂമുഖത്തെ അങ്ങയുടെ നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചുകൊള്ളണമേ. എല്ലാവിധ ദുഷ്ടാരൂപികളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും ദുരാരോപണങ്ങളിൽ നിന്നും ദുർവിചാരങ്ങളിൽ നിന്നുമെല്ലാം ഞങ്ങളുടെ ഭൂമിയെ അമ്മ കരുതലോടെ സംരക്ഷിക്കണമേ. ഞങ്ങൾക്ക് ആ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, പരീക്ഷയുടെ കാലഘട്ടമാണ്. അമ്മേ മാതാവേ, 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാനായി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അവരുടെ പരീക്ഷയുടെ സമയത്ത് അമ്മ അവരുടെ ഒപ്പമായിരിക്കണമേ. അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അമ്മ അവരുടെ സമീപത്തായിരിക്കണമേ. അമ്മേ മാതാവേ, കുഞ്ഞുങ്ങളെ എല്ലാവരെയും കാത്തു പരിപാലിക്കണമേ. പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പരീക്ഷയുടെ ഭയത്തിൽ നിന്ന് അമ്മ അവരെ വിടുവിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഒരു കുഞ്ഞുങ്ങൾ പോലും വഴിതെറ്റിപ്പോകുവാൻ അനുവദിക്കരുതേ. സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാൻ, വരും തലമുറകൾക്ക് മാതൃകയുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ അവരെ ഓരോരുത്തരെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ, കണ്ണീരോടെയും വേദനയോടെയും ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് യാചനയ്ക്ക് മറുപടി നൽകണമേ. അമ്മേ മാതാവേ, വിദേശങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മുഖാമുഖം കാണുവോളം അമ്മയുടെ ഭദ്രമാകുന്ന നീളമേലങ്കിക്കുള്ളിൽ അവരെ പൊതിഞ്ഞു പിടിക്കണമേ. ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും അവരെ കാത്തുകൊള്ളണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടബാധിതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, എല്ലാ മക്കളുടെയും ജീവിത സാഹചര്യങ്ങൾ കാണണമേ. കടങ്ങൾ തീർക്കുവാനുള്ള വഴികൾ കൊടുക്കണമേ. ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് നല്ല ഭവനം കൊടുക്കണമേ. ബുദ്ധിമുട്ടിലും ഞെരുക്കത്തിലും വേദനയിലും കഴിയുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരോടൊപ്പം അമ്മയിരിക്കണമേ. സമാധാനമില്ലാതെ ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ അരികിലേക്ക് സമാധാനമായി ഇറങ്ങിച്ചെല്ലണമേ. അമ്മേ മാതാവേ, കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് യാചനയ്ക്ക് മറുപടി നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നഷ്ടങ്ങളെ ഓർത്ത് ദുഃഖത്തിലും വേദനയിലും ആയിരിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞകാല ജീവിതങ്ങളെ ഓർത്ത് ദുഃഖത്തിലും നെടുവീർപ്പിലും കഴിയുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാം ക്ഷമിക്കുവാനും പൊറുക്കുവാനുമുള്ള മനസ്സ് ഓരോ മക്കൾക്കും കൊടുക്കണമേ. മുൻപോട്ടുള്ള ജീവിതത്തെ ഒരുക്കത്തോടുകൂടി ദൈവസ്നേഹത്തിൽ ഉൾക്കൊണ്ട് ജീവിപ്പാൻ ഓരോ മക്കളെയും ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ആക്സിഡന്റ് പറ്റി കിടക്കയിലായി പോയ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ മക്കളുടെ അരികിലേക്കൊന്ന് കടന്നു ചെന്ന് അവരെ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് സ്വർഗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വേർപാടിൻ്റെ ദുഃഖത്തിൽ ജീവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ അമ്മയെ ആർക്കും സഹിക്കാൻ കഴിയുന്നതല്ലല്ലോ. എങ്കിലും ഞങ്ങളുടെ ഈ ജീവിതം ശാശ്വതമല്ലെന്നും സ്വർഗത്തിലാണ് ശാശ്വതമായ ജീവിതമെന്നും മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ സഹായിക്കണമേ. ഈ ഭൂമിയിലുള്ളതൊന്നും ഞങ്ങൾക്ക് സ്വന്തമല്ല. ഞങ്ങൾക്കുള്ളതെല്ലാം ഞങ്ങളുടെ തമ്പുരാൻ ഞങ്ങൾക്കായി സ്വർഗത്തിൽ കരുതുന്നുണ്ട്. ആ സ്വർഗഭാഗ്യം നേടുവാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ജോലി മേഖലകളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് നൽകിയ കഴിവുകൾ പരമാവധി ഉപയോഗപ്പെടുത്തി ഞങ്ങളുടെ ജോലികളെ ഉയർച്ചയിലെത്തിപ്പാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. അധികാരികളെ സ്നേഹിപ്പാനും അവർ നൽകുന്ന കാര്യങ്ങൾ, അവർ നൽകുന്ന പറഞ്ഞു തരുന്ന ഓരോ വാക്കുകളും ഉൾക്കൊണ്ട് ജീവിപ്പാനും ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇന്ന് ഈ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ സമർപ്പിച്ചതും സമർപ്പിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും
ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.